الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنك اليوم لدينا مكين أمين قال اجعلني على خزائن الأرض إني حفيظ عليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുകയും അനുസരിക്കുകയും അനുധാവനം ചെയ്യുന്നവരായി മുസ്ലിമായി മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൻ്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തനാക്കുന്ന അതിമഹത്തായ വ്യതിരക്തതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ചുമലിലേൽപ്പിച്ചിരിക്കുന്ന അമാനത്ത്, വിശ്വസ്ത ദൗത്യം എന്ന പ്രധാനമായ ഒരു അധ്യാപനത്തിലാണ് നമ്മൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. അമാനത്തിന്റെ പ്രത്യേകതയും ഗൗരവവും അത് മനുഷ്യനിൽ പ്രത്യേകമേൽപ്പിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ ഇനങ്ങളും എന്തൊക്കെയെന്ന് നാം കഴിഞ്ഞ ചില ഖുതുബകളിൽ മനസ്സിലാക്കി. ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ 3 തലത്തിലുള്ള അമാനത്തുകളാണ് പ്രദർശിപ്പിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്. ആ 3 അമാനത്തുകളും അതിൻ്റെ ഗൗരവത്തിലും അതിൻ്റെ രൂപക്രമത്തിലും നിർവഹിക്കുന്നിടത്താണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നതും വിജയത്തിലേക്ക് നടന്നു പോകുന്നതും. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളാണ് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ആ തലങ്ങളെക്കുറിച്ച് നാം പഠിക്കാൻ ബാധ്യസ്ഥരായി മാറുന്നത്. 3 തലത്തിലുള്ള അമാനത്തുകളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നിർവഹിക്കാനായി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ അമാനത്തിനെ കുറിച്ച് നാം കഴിഞ്ഞ ഖുതുബയിൽ ചെറിയ തോതിൽ പരാമർശിപ്പിക്കുകയുണ്ടായി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അത്തകലീഫ് വൽ ഫറായിദ്. മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ സൃഷ്ടാവിനോട് നിർബന്ധമായി അവൻ നിർവഹിക്കേണ്ട ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഫർളുകളും. അത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഫർളുകൾ എന്ന അർത്ഥത്തിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പോ ഹജ്ജ്, നോമ്പ്, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, അതുമാത്രമല്ല, നിർബന്ധമായി വീഴ്ച വരുത്തിയാൽ പാപം ലഭിക്കുന്ന എല്ലാം ആ ഫറായിലുകളിൽ പെട്ടതാണ്. ഖുർആൻ പാരായണം, അള്ളാഹുവിന്റെ വേദത്തെ പഠിക്കൽ, കുടുംബബന്ധം ചാർത്തൽ, അങ്ങനെയുള്ള എവിടെ വീഴ്ച വരുന്നാൽ വൻ പാപമായി ശിക്ഷയായി അള്ളാഹു എന്ത് നിർണയിച്ചിട്ടുണ്ടോ അതൊക്കെയും ഫറായിലുകളിൽ ഉൾപ്പെടുന്നതാണ്. അവ വീഴ്ച വരാതെ കൊണ്ടു നടക്കാനാണ്
മനുഷ്യർ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മനുഷ്യർ അവന്റെ മനുഷ്യ ജീവിതം എന്ന പ്രത്യേകതയിൽ നിർവഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വിശ്വാസ ദൗത്യങ്ങളിൽ അടുത്തത് മനുഷ്യനിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ ആ വിശ്വസ്തയോടുകൂടി തിരിച്ചേൽപ്പിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. മനുഷ്യന് സൂക്ഷിപ്പ് മുതലായി നൽകിയ കാര്യങ്ങളും അതുപോലെയുള്ള അവനെ ഏൽപ്പിച്ച കാര്യങ്ങളും അവ പൂർണ്ണമായി അതിന്റെ സൂക്ഷ്മതയോടുകൂടി അത് നിർവഹിക്കുകയും തിരിച്ചു നൽകുകയും ചെയ്യുക എന്നത്, അത് മനുഷ്യനല്ലാതെ ലോകത്തിനൊരു ജീവികൾക്കും ബാധ്യതയില്ല. മനുഷ്യൻ മാത്രം നിർവഹിക്കുന്ന ഒന്നാണ് ഈ വിശ്വസിക്കപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ തിരിച്ചേൽപ്പിക്കുക, പാളിച്ചകളില്ലാതെ, വീഴ്ചകളില്ലാതെ, പരിക്കുകളില്ലാതെ എന്നത്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പ്രത്യേകം ഏൽപ്പിച്ച ദൗത്യങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങളുടെ അനാമത്ത് സ്വത്തുകൾ നിങ്ങൾ അതിന്റെ അഹിലുകാരിലേക്ക് തിരിച്ചേൽപ്പിക്കണം. അതിന്റെ സമയമായാൽ മനുഷ്യനിൽ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു പ്രക്രിയയാണിത്. മനുഷ്യർക്കിടയിൽ മാത്രം നടക്കുന്നതാണ്. മൃഗങ്ങൾക്കിടയിലോ മറ്റു ജീവജാലങ്ങളിലോ യാത്ര പോകുന്ന നേരത്തോ അതല്ലെങ്കിൽ തന്റെ അസാന്നിധ്യത്തിലോ എന്തെങ്കിലും വിലപ്പെട്ട കാര്യങ്ങളോ ഉത്തരവാദിത്തങ്ങളോ മറ്റൊരാളെ ഏൽപ്പിച്ചു പോകുന്ന ഒരവസ്ഥ ലോകത്തിലില്ല. നിർണിതമായ ക്യാമറയോ കരാറുകൾ എഴുതിയോ മനുഷ്യന് കൈമാറാൻ കഴിയാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അതേപോലെ തന്നെ സൂക്ഷിപ്പ് മുതലുകളും ലോകത്തിലുണ്ട്. അങ്ങനെ പോകുന്ന നേരത്ത് അവരെ ഏൽപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു സംവിധാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ശ്രദ്ധിച്ചിട്ടുള്ളത്. പ്രവാസികളായ നമ്മൾ നാട്ടിലേക്ക് പോരുന്ന നേരത്ത് ഒരുപക്ഷെ കുടുംബത്തിന് നമ്മൾ അവിടെ വിട്ടേച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ചോദ്യം ചെയ്യപ്പെടാൻ അർഹരായ ആളുകൾ, അഹിലുകാർ തൊട്ടിടത്തില്ലാത്തിടത്ത് നമ്മളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അയൽവാസിയോട് നമ്മൾ പറയുന്നു, എന്റെ കുടുംബത്തെ നീ ഒന്ന് ശ്രദ്ധിക്കണമേ, ഒരു കണ്ണ് നിനക്ക് അവിടെ ഉണ്ടാകണമേ. കുടുംബസമേതം വീട് പൂട്ടി പ്രവാസ ലോകത്തിലേക്ക് ജീവിതം പറിച്ചു നടന്ന ആളുകൾ തൊട്ടടുത്ത ആളുകളോട് പറയുന്നു, നമ്മുടെ വീട്ടിലേക്ക് എന്റെ കണ്ണൊന്നു വേണേ, ഒന്ന് നീ നോക്കണേ എന്ന്. അതേപോലെ തന്നെ വില പിടിച്ച വാഹനങ്ങളും അത്യാധി സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റാതിരിക്കുമ്പോ നമ്മൾ യാത്ര പോകുന്ന നേരത്തോ വെക്കേഷന് പോകുമ്പോ സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ സഹോദരങ്ങളുടെയോ കൈകളിൽ നമ്മൾ താക്കോൽ ഏൽപ്പിച്ചിട്ട് പറയുന്നു, നീ ഇതൊന്ന് സൂക്ഷിക്കണമേ എന്ന്. ഇങ്ങനെയുള്ള ഒരു സ്വഭാവം ഭൂമിയിൽ മനുഷ്യർക്കല്ലാതെ മറ്റാർക്കുമില്ല. ആ ഉത്തരവാദിത്വം അത് അനാമത്താണ്, അമാനത്താണ്. അത് അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ എന്നത് നിന്റെ ജീവിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തഉദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഓരോ ആളുകൾക്കും അതിന്റെ അനാമത്ത് സ്വത്തുകൾ അതാത് ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. വിശ്വസ്തത എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിന്റെ ബലത്തിലാണ് മനുഷ്യനിൽ പരസ്പരം അതുണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ ഏറ്റവും നല്ല വ്യക്തിത്വത്തോടു കൂടി ജീവിതം ആരംഭിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ചീഞ്ഞു നാറുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ അവിടെ നിന്ന് ആ സാമൂഹ്യ അന്തരീക്ഷത്തിലെ ഒരു വിളക്ക് മാടം പോലെ തന്റെ ചിതറിത്തെറിക്കാവുന്ന യുവത്വത്തെ പരിശുദ്ധിയുടെ എല്ലാവിധ ഔന്നിത്യത്തിലും കാത്തു സൂക്ഷിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിന്റെ മുമ്പ് തന്നെ. അതുകൊണ്ട് തന്നെ അറബികളായ മക്കക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവർ കച്ചവടാവശ്യത്തിനും മറ്റും മക്കൾക്ക് പുറത്തേക്ക് പോകുന്ന നേരത്ത് വിലപ്പെട്ട പല സമ്പത്തുകളും നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും അതുപോലുള്ള ഭക്ഷ്യസാധനങ്ങളും ഒക്കെ ഒരാളെ ഏൽപ്പിച്ചു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധിയുടെ വെളിച്ചം മക്കൾക്കാർക്കിടയിൽ പരന്നപ്പോ എല്ലാ ആളുകളും അനാമത്ത് സ്വത്തുകൾ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകുമ്പോ നബിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പ്രവാചകന്റെ പ്രബോധനം തുടങ്ങി. പ്രവാചകൻ ശത്രുപക്ഷത്ത് നിക്ഷേപിക്കപ്പെട്ടു, എതിരാളിയായി മാറി. അവരുടെ ഗോത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കുലദൈവങ്ങളുടെയും ആചാരങ്ങളുടെയും അന്ധവിശ്വാസത്തിന്റെയും ഒക്കെ ഒരു ശത്രുപക്ഷത്ത് നിർത്തപ്പെട്ട നേരം അങ്ങനെ പ്രവാചകൻ അവിടെ
ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറിയപ്പോഴും അനാമത്ത് എന്ന് പറയുന്ന സ്വഭാവം, ആ സ്വഭാവത്തിൽ അവർ പ്രവാചകനെ വിശ്വസിച്ചിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ നീണ്ട 13 വർഷം പ്രബോധനത്തിന്റെ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ പ്രബോധനത്തിന്റെ ദീപശിഖയുമേന്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം തുടർന്നപ്പോ ഇനി മക്കയിൽ ക്ഷമയുടെ നെല്ലിപ്പലക കടക്കാനിനി ബാക്കിയില്ലാതായ നേരത്ത് അവിടെ നിന്ന് മുസ്ലിങ്ങളൊക്കെയും ഹിജ്റ പോയി അവസാനം പ്രവാചകന് മറ്റൊരു ദേശത്തിലേക്ക് പറിച്ചു നടുവാനുള്ള അള്ളാഹുവിന്റെ ദിവ്യ വെളിപാട് വന്ന നേരം അവിടെ സൂക്ഷിക്കപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂബക്കറിന്റെ കൂടെ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോകണം. ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ വേണം ഈ ഹിജ്റ പാകം ചെയ്യാൻ, പ്ലാൻ ചെയ്യുവാൻ. ആ നേരത്ത് അള്ളാഹുവിന്റെ റസൂൽ പുറപ്പെടാൻ ആരംഭിച്ച രാത്രിയിൽ കസിനായ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഏതാനും സാധനങ്ങൾ ഏൽപ്പിക്കുന്നത് എന്താ? അനാമത്ത് സ്വത്തുകൾ. റസൂല് ഒരു നബി എന്ന നിലക്കല്ല, റസൂല് വിശ്വസ്തനായ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അവിടുത്തെ അറബികൾ, വിശ്വാസികളല്ലാത്ത റസൂലിന്റെ അനുയായികളല്ലാത്ത അറബികൾ റസൂലിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരുപാട് അനാമത്ത് സ്വത്തുകൾ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂല് പറഞ്ഞു, ഇതാ ഇന്നാലിന്ന സ്വത്തുക്കളൊക്കെയും ഇന്നാലിന്ന വസ്തുക്കളൊക്കെയും ഇന്നെന്ന ആളുകളുടെ സൂക്ഷിപ്പ് മുതലായി എന്റെ കയ്യിലുള്ളതാണ്. ഈ അനാമത്ത് നീ അവർക്ക് വിതരണം ചെയ്യണം, ഞാൻ പോവുകയാണ്. കണ്ടോ നിങ്ങൾ, മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യന്റെ ഉന്നതമായ വ്യക്തിത്വത്തോടുകൂടി ജ്വലിച്ചു നിൽക്കേണ്ട ഒരു സ്വഭാവമാണ് അത്. വിശ്വാസത്തിന്റെയോ മതത്തിന്റെയോ വേലിക്കെട്ടുകളെ മുഴുവനും മറികടക്കാൻ പാകപ്പെട്ട മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിനെ ഊതി വീർപ്പിക്കുകയാണ്, കത്തിജ്വലിപ്പിക്കുകയാണ് ഒരു മനുഷ്യനിൽ ഈമാൻ ചെയ്യുന്നത്. മുസ്ലിമാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു. നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന മുസ്ലിം അല്ലാത്ത, ഇസ്ലാമിനെ വെറുക്കുന്ന ആളുകൾക്ക് പോലും അവൻ വിശ്വസ്തനാണ്, അവന്റെ കയ്യിൽ ധൈര്യമായി ഏൽപ്പിക്കാം, അവനോട് രഹസ്യങ്ങൾ സ്വസ്ഥമായി പറയാം എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് ഈ അമാനത്തിനെ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നുവോ അതിനനുസരിച്ചാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനിൽ എന്നും നിലനിൽക്കുവാനും വീഴ്ച പറ്റാതെ നശിച്ചു പോകാതിരിക്കുവാനും ആഗ്രഹിച്ച ഒരു സ്വഭാവമായിരുന്നു അത്. നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ അവനെ യാത്ര അയക്കുമ്പോൾ അള്ളാഹുവിനോട് ഏൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏൽപ്പിക്കാറുണ്ടായിരുന്നത്, അള്ളാഹുവേ ഈ മനുഷ്യന്റെ അമാനത്തിന്റെ സ്വഭാവം അത് നീ അവന് കാത്തു സൂക്ഷിക്കണമേ എന്നാണ്. നമ്മളൊക്കെയും യാത്ര പോകുമ്പോ ആളുകൾക്ക് യാത്രാശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിൽ നിയമമാക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കുക, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു കാന യഖൂലു ലിർറജുലി ഇദാ അറാദു സഫറൻ, ഒരു മനുഷ്യൻ യാത്ര ഉദ്ദേശിക്കുകയാണെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദുൻ മിന്നി, എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വാ, ഉവദ്ദിഉക കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവദ്ദി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ആളുകളെ യാത്ര അയക്കാറുണ്ടായിരുന്നത് അതുപോലെ ഞാൻ നിന്നെയും യാത്ര അയക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയും എന്നിട്ട് ആ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലക, അള്ളാഹുവിൽ ഞാനിതാ നിന്റെ 3 കാര്യങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. അള്ളാഹുവേ, ഈ ചെറുപ്പക്കാരന്റെ ദീനും ഈ ചെറുപ്പക്കാരന്റെ അമാനത്തെന്ന സ്വഭാവവും ഈ ചെറുപ്പക്കാരന്റെ ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനവും അത് നല്ലതായി തീരുവാനും ഞാൻ നിന്നെ ഇതാ ഏൽപ്പിക്കുന്നു നാഥാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലും അനുയായികളും ആളുകളെ യാത്ര അയക്കാറുണ്ടായിരുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരു സഹോദരനോ ഒരു സഹോദരിയോ നാട്ടിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ, യാത്ര പോവുകയാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ്. പടച്ച റബ്ബേ, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലക, കാര്യങ്ങളുടെ തുടക്കം എന്നതിനേക്കാൾ ഇസ്ലാമിൽ പ്രാധാന്യം
കാര്യങ്ങളുടെ ഒടുക്കം എന്നതാണ്. നല്ല ഒടുക്കത്തോടുകൂടി കാര്യങ്ങൾ തീരാൻ അള്ളാഹുവേ നീ അവരെ സഹായിക്കണമെന്ന പ്രാർത്ഥനയാണ് അതിലുള്ളത്. അതേപോലെ തന്നെ അമാനത്ത് വീടുന്ന ആളുകൾ അവരേൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പ് മുതലുകളെ നന്നായി കൈകാര്യം ചെയ്യുന്ന നിയമപ്രകാരവും സൂക്ഷ്മതയോടുകൂടിയും വ്യക്തി താല്പര്യങ്ങളോ അതേപോലെ തന്നെ മറ്റ് നിക്ഷിപ്ത ഭൗതിക താല്പര്യങ്ങളോ മാനദണ്ഡമാക്കാതെ നീതിയുടെ അടിസ്ഥാനത്തിൽ ആ സൂക്ഷിപ്പ് മുതലുകൾ കൈകാര്യം ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവർ സദഖ നിർവഹിക്കുന്ന മുതസദ്ദീഖുകളെ പോലെയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്നബി മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഖാല അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ഖാസിനുൽ അമീൻ الذي يؤدي ما أمر به طيبة نفسه أحد المتصدقين. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, ഒരു ഖാസിൻ, ഒരു അമീനായ ഖാസിൻ, ഒരു സ്റ്റോർ ഉടമയ, ഒരു സ്റ്റോറിന്റെ ചാർജുള്ള, ഉത്തരവാദിത്ത മുതലുകളുടെ സൂക്ഷിപ്പ് മുതലുകളുടെ ചാർജുള്ള ഒരു മനുഷ്യൻ അവൻ അമീനാണെങ്കിൽ, ആ അമാനത്ത് അവൻ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ, കണ്ടോ, അവന്റെ മനസ്സിന്റെ തീപത്ത് കൊണ്ട് മനസ്സിന്റെ വിശുദ്ധിയിൽ അവൻ നിർവഹിക്കുകയാണെങ്കിൽ, അഥവാ CCTV ക്യാമറയെ ഭയന്നുകൊണ്ടോ മേലുദ്യോഗസ്ഥരെയോ സെക്യൂരിറ്റിയുടെയോ റിപ്പോർട്ട്, കള്ളച്ചാരന്മാരുടെ കണ്ണുകൾ തന്നെക്കെതിരെ റിപ്പോർട്ട് ഉയർത്തുമെന്ന് പേടിച്ചുകൊണ്ടോ അല്ല, മറിച്ച് ആരും കാണാനില്ലെങ്കിലും, സെക്യൂരിറ്റി ഇല്ലെങ്കിലും, ക്യാമറകൾ ഇല്ലെങ്കിലും, കമ്പ്യൂട്ടറിലെ കണക്കുകൾ ഇല്ലെങ്കിലും, തന്റെ ഇടപാടുകളും ക്രയവിക്രയങ്ങളും കൊടുക്കലും വാങ്ങലും അതിന്റെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുന്നത് അവന്റെ നഫ്സിന്റെ തൈബത്ത് കൊണ്ട്, അഥവാ ഈമാനാകുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള മുറാഖബത്തുള്ള, അള്ളാഹുവിനെ വീക്ഷിക്കുന്നുണ്ടെന്ന ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുന്നവൻ അഹദുൽ മുതസദ്ദിഖീൻ, സദഖ ചെയ്യുന്നവനെ പോലെയാണ് എന്നാ റസൂൽ പറഞ്ഞത്. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം, അതൊരു ചെറിയ കുട്ടിയിലാണെങ്കിൽ പോലും ആ അമാനത്ത് എങ്ങനെ സൂക്ഷിക്കപ്പെടുന്നു എന്നതിന് വളരെ വലിയ ഒരു സാക്ഷ്യപത്രം നൽകുന്ന ഒരു സംഭവം റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല കുൻതു അർആ ഗനമ, ഞാൻ ആടിനെ മേയ്ക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എന്റെ കാലത്ത്. ഞാൻ ഒരു ചെറിയ കുട്ടിയായിരുന്നു. അന്ന് ഞാൻ എന്റെ ഉടമയുടെ ആടിനെ മേയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ന്റെ ആടിനെ മേയ്ക്കുന്നവനായിരുന്നു ഞാൻ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരിക്കൽ എന്റെ ആടിൻ പറ്റത്തിന്റെ അടുത്തു കൂടി നടന്നുപോയി. അവർ ദീർഘമായി എങ്ങോട്ടോ പോവുകയാണ് മരുഭൂമിയിലൂടെ. അങ്ങനെ അവർ ദാഹിച്ച് വലയുന്ന നിൽക്കുന്ന നേരത്താണ് അവർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കാണുന്നത്. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന കുട്ടിയുടെ കയ്യിൽ ഒരുപാട് നൂറുകണക്കിന് ആടുകൾ, തന്റെ ഉടമയുടെ ആടുകളുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അദ്ദേഹം പറയുകയാണ്, ഖുൽതു, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാല യാ ഗുലാം ഹൽ മിൻ ലബനിൻ, അല്ലയോ കുട്ടി, നിന്റെ അടുത്ത് ഞങ്ങൾക്ക് വല്ല പാലും തരാനുണ്ടോ എന്ന് ചോദിച്ചു. ഖാല ഖുൽതു നഅം, പാലുണ്ട് നബിയെ, പക്ഷേ വലാകിന്നി മുഅ്തമനുൻ, നോക്കൂ നിങ്ങൾ, പാലുണ്ട്, പക്ഷേ ഞാൻ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവനാണ്. എനിക്ക് താങ്കൾക്ക് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പാലെടുത്ത് തരാൻ അനുവാദമില്ല. ഫുഡ് സ്റ്റഫിലൊക്കെ ജോലി ചെയ്യുന്ന സെയിൽസ്മാരൊക്കെ, അതേപോലെ തന്നെ പിന്നെ പിന്നെ വിതരണക്കാരൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഓർക്കുക, തന്റെ വാഹനത്തിൽ നിറച്ചും ജ്യൂസും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകുമ്പോ തന്റെ വേണ്ടപ്പെട്ടവരെ കണ്ട് കൈ കൊടുത്ത് സലാം പറയുന്നിടത്ത് അവരെ സന്തോഷിപ്പിക്കുവാൻ തനിക്ക് അനുവാദമില്ലെങ്കിൽ ആ മുതലിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ കുട്ടി പറയുന്നത്. ആരാണ് റസൂലിനേക്കാൾ വലിയൊരു അതിഥി? ഒരു സുഹൃത്തിനെ ഒരു ജീവിതത്തിൽ കണ്ടുമുട്ടാനുണ്ടോ? തിരിച്ച് റസൂൽ ഇങ്ങോട്ട് ചോദിക്കുക, നമ്മളോട് വേണ്ടപ്പെട്ട ആള് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചാ എന്ത് രസ, എന്തായിരിക്കും അതിന്റെ അനുഭവം? മറിച്ച് ആ കുട്ടി പറയാണ്, റസൂലേ പാലുണ്ട്, വലാകിന്നി മുഅ്തമനുൻ, ഞാൻ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടവനാണല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് പാലുള്ള ആടിനെ കുറിച്ച് ഉടമക്കറിയാം, അപ്പൊ ആ പാല് കറന്ന് വിൽക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പാലുള്ള അടുക്കളയിൽ നിന്ന് നിങ്ങൾക്ക് കറന്നു തരാൻ എനിക്ക് പെർമിഷൻ ഇല്ലല്ലോ. അടുത്താരല്ലത്? ഉടമണ്ടല്ല, ലിസ്റ്റ് ഉണ്ടല്ല. രാവിലെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് ക്ലിയറൻസ് വാങ്ങിയിട്ടാണോ ആടിനെ കൈമാറിയത്? അല്ല,
ഒന്നുമല്ല. പക്ഷെ ആ കുട്ടിയിൽ എന്തുണ്ട്? ഏറ്റവും വലിയ ക്ലിയറൻസ്, അമാനത്ത് എന്ന് പറയുന്ന ക്ലിയറൻസ്. അതിഥി ആരാ? ചോദ്യകർത്താവ് ആരാ? ആവശ്യക്കാരൻ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ ചോദിച്ചു, വഹൽ മിൻ ഷാത്തിൻ ലൻ യൻസഅ അലൈഹാ ഫഹൽ, അതായത് അകിട് വറ്റിയ, കൂറ്റനിട്ടിട്ടില്ലാത്ത, പാല് വരാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത, സാധാരണ പാല് പ്രതീക്ഷിക്കാത്ത, പാലില്ലാത്ത അകിടുള്ള ആടുണ്ട് നിന്റെ അടുത്ത് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം ഫഅതൈതുഹു ബിശാത്തിൻ, അങ്ങനെ ഞാനൊരാടിനെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. ഒരു നിലക്കും പാലൊന്നും ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സാധാരണ ആട്. ഫമസഹ ദറഅഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ പ്രത്യേക മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ അതിന്റെ അകിടിൽ തടവി. എന്നിട്ടോ ഫനസല ലബനുൻ ഫഹലബഹു ഫി ഇനാഇൻ ഫശരിബ വസഖ അബൂബക്കർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആടിനെ അകിട് തടവി അതിൽ പാല് വരികയും പാല് കറന്ന് അബൂബക്കർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുകയും ചെയ്തു. അത് റസൂലിന്റെ പ്രത്യേക മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. റസൂലിന് അറിയാവുന്ന ഉടമയും ജോലിക്കാരനുമാണ്. അപ്പൊ ആ റസൂൽ എന്ന നിലയ്ക്ക്. പക്ഷെ ഇവിടെ പോയിന്റ്, അപ്പൊ അത് കണ്ടപ്പോ റസൂൽ പറഞ്ഞു, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഞാൻ റസൂലിനോട് പറഞ്ഞു, അല്ലിംനി മിഹാദൽ ഖൗലി യാ റസൂലല്ലാഹ്, റസൂലേ എനിക്ക് ആ പദമൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരീൻ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന കുട്ടിയുടെ തലയിൽ തടവിയിട്ട് പറഞ്ഞു, യർഹമക്കല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഫഇന്നക ഉലയ്യിമുൻ മുഅല്ലമുൻ, നീ പഠിപ്പിക്കപ്പെട്ട ബോധമുള്ള കുട്ടിയാണ്, അതായത് പക്വത വന്ന കുട്ടിയായി മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ അമാനത്ത് സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു മുസ്ലിം ഈ കുട്ടിയുടെ പക്വതയെങ്കിലും ദീനും നമസ്കാരവും ഖുർആനോത്തും വലിയ ഇസ്ലാമിക പേരും ഒക്കെ പേറി നടക്കുന്ന നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സമുദായ അംഗങ്ങളിൽ എത്രത്തോളം ഉണ്ട്, നമ്മുടെ വീട്ടിൽ എത്രത്തോളം ഉണ്ട്. പൊതുമുതലുകളുടെ കാര്യത്തിലാണെങ്കിൽ നോക്കൂ നിങ്ങൾ, പൊതുമുതലുകൾ പലപ്പോഴും കൈകാര്യം ചെയ്യേണ്ടി വരുന്നവരാണ് നമ്മൾ. സംഘടനാ കാര്യത്തിൽ, നാട്ടിലെ പ്രാദേശിക സംഘടനയുടെ പേരിൽ, നാട്ടിൽ വേണ്ടപ്പെട്ടവരെന്ന് പരിഗണിക്കപ്പെടുന്നവരെന്ന പേരിലൊക്കെ പല സ്ഥലത്തും, വീട്ടിലും നാട്ടിലും പ്രവാസ ലോകത്തും ജോലി സ്ഥലത്തും ഒക്കെ നമ്മൾ പൊതുമുതൽ, അതായത് പിന്നെ മതപരമായോ അല്ലാതെയൊക്കെയുള്ള പ്രതിഫലം പ്രതീക്ഷിക്കാത്ത പല സമ്പത്ത്, പല ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടേണ്ടവരാണ്. ട്രസ്റ്റ്, അതേപോലെ തന്നെ ട്രഷററായിട്ടൊക്കെ തെരഞ്ഞെടുക്കപ്പെടും നമ്മൾ. ഫിത്ർ സക്കാത്തിന്റെ, നോമ്പ് തുറയുടെ, അതേപോലെ തന്നെയുള്ള നാട്ടിലെ പാവങ്ങളെ സഹായിക്കാനുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒക്കെ ഫണ്ട് പലപ്പോഴും നമ്മുടെ കയ്യിൽ വരും. ആ സമയത്തൊക്കെ അതൊക്കെ നിർവഹിക്കുന്നിടത്ത് സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അൽ ആമിലു അദസ്സദഖത്തി ബിൽ ഹഖ്, ഫിത്ർ സക്കാത്ത് പോലെയുള്ള സദക്കയുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ നല്ല നിലയ്ക്ക് സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കുന്നവൻ കൽ ഗാസി ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ ഇലാ ബൈതിഹി, അവന്റെ വീട്ടിലേക്ക് അവൻ മടങ്ങുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനോട് തുല്യനാണ്. ഇപ്പൊ ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുന്ന ആളുകൾ ഇപ്പൊ രാത്രി കുറെ വൈകി, ഭാരണ്ട്, എടുക്കാൻ വയ്യ, ആളുകളില്ല, സഹായിക്കാനുള്ള ആളെ പോയി മുട്ടിയിട്ട് കാണുന്നില്ല, കുറെ കഴിയുമ്പോൾ വെറുക്കും, എവിടെങ്കിലും കൊടുത്താൽ തീർത്താള എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ. എന്നാൽ അതിൽ പ്രവർത്തിക്കുന്നവൻ ബിൽ ഹഖ്, അതാണ് ഹക്കോടുകൂടി പ്രവർത്തിക്കുന്നവൻ, ഹക്കോടുകൂടി പ്രവർത്തിക്കുന്നവൻ കൽ ഗാസി ഫീ സബീലില്ലാഹ് ഹത്താ യർജിഅ ഇലാ ബൈതിഹി, ആ പണി പൂർത്തിയാക്കി അവന്റെ വീട്ടിലെത്തുന്നത് വരേക്കും അവൻ യുദ്ധക്കളത്തിൽ അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ്. അത്രയും സൂക്ഷ്മത പാലിക്കേണ്ട ഒരു സംഗതിയാണ് അമാനത്ത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമാനത്തിനെ ഈ രീതിയിൽ നിർവഹിക്കുന്ന ജീവിത ദൗത്യം നേടിയ വിശ്വാസികളിൽ അല്ലാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ,
അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചും മാനിച്ചും യഥാർത്ഥ മുഅ്മിനും മുത്തഖിയുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്ന കുടുംബം, സ്ഥാപനങ്ങൾ, രാഷ്ട്രം, ലോകം, ഈ 4 ഘടകങ്ങളും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം വിഭവങ്ങളുടെ അഭാവമല്ല. ആണോ? വിഭവങ്ങളുടെ അഭാവം ഇന്ന് ലോകത്തിൽ എവിടെയില്ല. എവിടെങ്കിലും അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, എവിടെങ്കിലും വിഭവങ്ങളുടെ അഭാവം അനുഭവപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ ഈ അമാനത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നത് മാത്രമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഒരു ജീവിയും, ദാബത്ത് എന്ന് പറഞ്ഞാൽ ജീവിന, ഒരു ജീവിയും മനുഷ്യനിൽ പെടാതെ നിൽക്കുവോ? ദരിദ്ര രാഷ്ട്രങ്ങളിലെ ജനസംഖ്യ അതിൽ പെടാതിരിക്കുവോ? ഇല്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള്, ഭൂമിയിൽ ഒരു ജീവജാലവും ഇല്ല, ഇല്ല അലല്ലാഹി റിസ്ഖുഹാ, അള്ളാഹുവിന്റെ മേൽ അവരുടെ വിഭവം, റിസ്ക്കിന്റെ ബാധ്യത അള്ളാഹു ഏറ്റെടുക്കാതെ. മറിച്ച് എന്താണ് നമ്മുടെ കുടുംബത്തിലോ പ്രദേശത്തെ ഭരണതലത്തിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ മുതൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് വരെയുള്ള സ്ഥാപനങ്ങൾ, ലോകത്തിലുള്ള, പ്രദേശത്തിലുള്ള, നാട്ടിലുള്ള, രാജ്യങ്ങളിലുള്ള വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെയും എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ അമാനത്ത് മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ രാജ്യം എത്ര വലിയ മാൻ പവറും സാമ്പത്തിക ശേഷിയുണ്ട്. അതേ രാജ്യത്ത് തന്നെയാണ് ഒരു വെള്ളം കുടിക്കാൻ അവസ്ഥയില്ലാതെ നടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളും ജനങ്ങളും ഒക്കെ ഉള്ളത്. ചേരികളിൽ താമസിക്കുന്നവർ. എന്തുകൊണ്ടാണ് അങ്ങനെ വരേണ്ടത്? മെട്രോപൊളിറ്റൻ ടൗണുകളിൽ, പട്ടണങ്ങളിൽ അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾക്ക് അപ്പുറം അന്തർമുഖങ്ങളിൽ, റോഡരികുകളിൽ ചീഞ്ഞു നാറുന്ന ചേരികൾ നിറഞ്ഞു നിൽക്കുന്ന പട്ടണങ്ങളെ നമുക്ക് കാണാൻ. എങ്ങനെ ഇത് രണ്ടും വന്ന്? അവിടെ അമാനത്തില്ലാത്തത് കൊണ്ടാ. നമുക്കൊക്കെ അറിയാം, 1,00,000 രൂപയുടെ ഒരു പ്രൊജക്ട്, ഒരു ഔദ്യോഗിക വിഭാഗം, ഒരു നേതൃത്വം, ഒരു ഭരണഘടന, ഭരണ സംവിധാനം പാസ്സാക്കിയാൽ അതിൽ 1000 ഉറുപ്പിയാണ് നമ്മുടെ ഇന്ത്യൻ റിപ്പോർട്ട് അനുസരിച്ച് നിലത്ത് വീഴുന്നത്, ആ പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ബാക്കി വേറെ അടുപ്പ് ലക്ഷത്തിൽ ഒക്കെ വിതരണം ചെയ്യപ്പെടുകയാണ് വൈക്കൽ. എല്ലാവരും അരമന, എന്താണ് പറയാ, അരമന രഹസ്യം, അങ്ങാടി പരസ്യമാണ് ഇതൊക്കെ. എന്തുകൊണ്ടാ ഇത്? ഇതിൽ അമുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ? അല്ല, മുസ്ലിങ്ങളുണ്ട്. കോടാനുകോടി ഉറുപ്പികയുടെ, മില്യൺ കണക്കിന്റെ ബഡ്ജറ്റുകളുണ്ട് നമ്മുടെ ഓരോ വകുപ്പിനും. പക്ഷേ എല്ലാ വകുപ്പിലും താളക്രമങ്ങളും ഇല്ലായ്മകളുമാണ് ഉണ്ടാകുന്നത്. കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, എത്തേണ്ടത് എത്തിക്കുന്നില്ല. പദ്ധതികളുടെ ആവിഷ്കരണത്തിന് ഒരു കുറവും നമ്മൾക്കില്ല. നിങ്ങൾ നോക്കി, ഇതുപോലെ എല്ലാ രംഗത്തും മനഃപൂർവ്വം അമാനത്തുകളിൽ വീഴ്ച വരുത്തുന്നു. ഒരു സാധാരണത്തെ പ്യൂണ് മുതൽ ഭരണാധികാരിയായ മന്ത്രി വരെ ഇത്തരം വീഴ്ചകൾ വരുത്തുന്നത് തന്റെ ജീവിതത്തിന്റെയും തന്റെ വ്യക്തിത്വത്തിന്റെയും ഭാഗമായി അംഗീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അതിന്റെ ഗൗരവം എങ്ങാനും ഒരു മുസ്ലിമിന് അറിയാമായിരുന്നുവെങ്കിൽ ലോകത്തിൽ ആൾക്കൂട്ടം തീക്ക് നേരെ ഈയാമ്പാറ്റകളെ പറന്നെടുക്കുന്നത് പോലെ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവരുടെ സമ്പത്തുമായി ലോകത്തെ നാനാവിധ ജാതി മതസ്ഥർ ഈ മുസ്ലിമിന് നേരെ പാഞ്ഞെടുക്കുമായിരുന്നു. കാരണം അവന്റെ അടുത്ത് മാത്രമേ അമാനത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ്? ഒരു ദിവസം ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞങ്ങൾ കേട്ടു. എന്താണ്? മൻ ഇസ്തഅമൽനാഹു മിൻകും അലാ അമലിൻ ഫകതംനാ മഖീതൻ ഫമാ ഫൗകഹു. ആർക്കെങ്കിലും ഒരു ആമിലായി, ഭരണാധികാരിയായി, ഉത്തരവാദിത്തമുള്ളവനായി ഒരു കാര്യം ഏൽപ്പിക്കപ്പെടുകയും എന്നിട്ട് നാം അവനെ ഗവർണറാക്കി ഉത്തരവാദിത്തമുള്ളവനാക്കി തീർക്കുകയും അങ്ങനെ ഫകതംനാ മഖീതൻ ഫമാ ഫൗകഹു,
ഒരു സൂചിയോ അതിന് മുകളിലുള്ളതോ ആയ ഒരു ചെറിയ വസ്തുവെങ്കിലും അവൻ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്താൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ റസൂലിന്റെ ഗവൺമെന്റിന്റെ റപ്പായി സകാത്ത് പിരിക്കാനും മറ്റു സാധനങ്ങൾക്കൊക്കെ പിരിക്കാൻ പറഞ്ഞേക്കും. കളക്ഷൻ സെയിൽസ്, നമ്മുടെ ഈ നികുതി വകുപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റവന്യൂ ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കും. ആളുകളുടെ സമ്പത്ത് കണക്കാക്കി കണക്ക് നോക്കി അവന്റെ സകാത്തിന്റെ ഓഹരി വാങ്ങി ചാർജ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾ, അതുപോലെ തന്നെ ഗനീമത്ത് സ്വത്ത് ഏൽപ്പിച്ചിട്ട് കൊണ്ടുവരാൻ കഴിയുന്ന സ്റ്റേറ്റിന്റെ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറയുന്ന ആളുകൾ ഗനീമത്ത് ഒരു പല ഭാഗത്ത് വിതറിക്കിടക്കിയിരിക്കും. കിട്ടിയതെല്ലാം അവരവർ എന്ത് ചെയ്യണം? ശത്രുക്കൾ ഇട്ടോടിയതൊക്കെയും വാരിക്കുട്ടിയ പട്ടാളക്കാർ അതൊക്കെയും റസൂലിന്റെ മുമ്പിൽ ഹാജരാക്കണം. എന്നിട്ട് റസൂല വീതിക്കുക. അങ്ങനെ കൊണ്ടുവരാൻ്റെ ആളുകൾ റസൂൽ അവരോട് പറഞ്ഞു, അങ്ങനെ ഞാൻ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകൾ അതിന്റെ കളക്ഷനും വിതരണത്തിലും ഒരു സൂചിയുടെ വലിപ്പത്തിലുള്ളതെങ്ങാൻ ഒളിപ്പിച്ചു വെച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, അത് വഞ്ചനയാണ്. ഖിയാമത്ത് നാളിൽ അവൻ ആ സൂചി മുനയുടെ വലിപ്പമുള്ള ആ വസ്തുവുമായി നാളെ വരേണ്ടി വരും. സൂക്ഷിച്ചോ, നാളെ അത് പേറി വരേണ്ടി വരും. എന്നിട്ടോ അത് കേട്ടപ്പോൾ അൻസാറുകളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത് പറഞ്ഞ സഹാബി പറയാ, ഇന്നും എനിക്ക് അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. യാ റസൂലല്ലാഹ് അഖ്ബിൽ അന്നി അമലക്, റസൂലേ നീ എന്നെ ഏൽപ്പിച്ച ജോലി തിരിച്ചു പിടിച്ചോ, എന്നെ കൊണ്ടാവൂല ഇതിന്റെ ഇൻചാർജ് എടുക്കാൻ, ഇത് പിടിച്ചോളി എന്ന് പറഞ്ഞു. റസൂലിന് തിരിച്ചു കൊടുത്തു ഉത്തരവാദിത്വം. ജോലി, ഒരു പൊസിഷൻ, ഒരു പോസ്റ്റ് റസൂൽ കൊടുത്ത ആളാ. റസൂലിന്റെ സ്റ്റാഫാ, ഗവൺമെന്റിലെ ഇസ്ലാമിക സ്റ്റേറ്റിലെ സ്റ്റാഫ്. അദ്ദേഹം ഈ ഹദീസ് കേട്ടപ്പോ റസൂലിനോട് പറഞ്ഞു, റസൂലേ അഖ്ബിൽ അന്നി അമലക്, നീ ഏൽപ്പിച്ച ജോലി താങ്കൾ തിരിച്ചു പിടിക്കണം. ഖാല വമലക്, എന്തു പറ്റി എന്ന് റസൂൽ ആ സഹോദരനോട് ചോദിച്ചു. ഖാല, അപ്പൊ ആ സഹോദരൻ പറയാണ്, സമിഅതുക തഖൂലു കദാ വകദാ, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനിപ്പോ കേട്ടല്ലോ. റസൂൽ ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ അമാനത്തിന്റെ പ്രാധാന്യം പറഞ്ഞതാ, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് കൊണ്ടു. അതാണ് ആ വിഷയം വിളിച്ചു പറഞ്ഞതല്ല, മറിച്ച് പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം തന്റെ ജീവിതവുമായി അദ്ദേഹം തട്ടിച്ചു നോക്കി. പടച്ചോനെ, എവിടെയെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലക്ക് വീഴ്ച വന്നു പോയാൽ നാളെ മനുഷ്യരെ മുഴുവൻ ഹാജരാക്കുന്ന ആ മഹ്ശറയിൽ ഞാൻ വശലാക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു കൊടുക്കുക റസൂലിന് ഇൻചാർജ്. അപ്പൊ റസൂല് പറഞ്ഞു, അതെ, അന അഖൂലുഹു, എന്നാ നിനക്കൊരു കാര്യം കേൾക്കണമോ? അന അഖൂലുഹു, ഞാൻ അതെനിയും പറയുന്നു. വമൻ ഇസ്തഅമൽനാഹു മിൻകും അലാ അമലിൻ, ആർക്കെങ്കിലും ഞാൻ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് ഫൽയുഅയ്യ ബിഖലീലിഹി വകസീരിഹി, അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് നിർവഹിക്കേണ്ട പ്രകാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഫമൻ ഊതിയ മിൻഹു നഹദുൻ വമാ നുഹിയ അൻഹു, അതെന്താണോ അവനോട് നിരോധിക്കപ്പെട്ടത് അതവൻ എടുക്കാൻ പാടില്ല, അവനോട് അനുവദിക്കപ്പെട്ടത് അവൻ എടുക്കട്ടെ, അതേ അവന് പാടുള്ളൂ എന്ന് റസൂൽ അതൊന്നുകൂടി അടിവരയിട്ട് പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പോ അതുകൊണ്ട് സഹോദരന്മാരെ, ജോലി, നമ്മുടെ സാമൂഹ്യ ഇടപാടുകൾ, കുടുംബ സംരക്ഷണ മേഖല, ഇവിടെയൊക്കെയും നമ്മുടെ അമാനത്തുകൾ സൂക്ഷിക്കണം. നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, അവരുടെ മക്കൾ, ഭരിച്ചുപോയ ആളുകളുടെ സ്വത്തുക്കൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ നമ്മളെ പലപ്പോഴും ഏൽപ്പിക്കപ്പെടും. ഇതൊക്കെയും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മളോട് അവരുടെ പ്രതികരണവും, നമ്മളോട് അവരുടെ സ്നേഹവും, നമ്മളോട് അവർക്കുള്ള പരിഗണനയും, അവർ അതേപോലെ തന്നെ നമ്മുടെ കാര്യത്തിൽ അവരുടെ ഗുണകാംക്ഷയും ഒക്കെ അളന്നു തൂക്കിയിട്ടല്ല നമ്മൾ ഈ അമാനത്ത് ഇടപെടേണ്ടത്. മറിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്, അള്ളാഹുവിന്റെ പരലോകത്തെ ഓർത്തുകൊണ്ടാണ്, മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത ഈ അമാനത്ത് പൂർത്തിയാക്കുന്നതിലാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന മനുഷ്യ ജീവിതത്തിന്റെ വ്യതിരക്തതയായ അമാനത്തിൽ രണ്ടാമത്തത്, അള്ളാഹുവിനോട് കഴിച്ചാൽ മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കുന്ന അമാനത്തുകളെ അതിന്റെ വിശ്വസ്തയോടുകൂടി തിരിച്ചേൽപ്പിക്കുകയും അത് കൈകാര്യം ചെയ്യുക എന്നതാണ്. ഇൻഷാ അള്ളാഹ് മൂന്നാമത്തത്, അത് അടുത്ത ഖുതുബയിൽ ഇൻഷാ അള്ളാഹ് നാം വിശദീകരിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെടുന്ന ചെറുതും വലുതുമായ അമാനത്തുകൾ അതിന്റെ വിശ്വാസ്യതയോടുകൂടി നിർവഹിക്കാൻ മാത്രമുള്ള
ഈമാൻ കൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സിനെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഭൗതികവും കേവല നിശ്ചലവുമായ നശ്വരവുമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഈ അമാനത്തിൽ വീഴ്ച വന്നു പോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. واخر دعوانا ان الحمد لله رب العالمين.